56 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ. ദാവീദാണ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നത് ഞാൻ കാണുകയാണ്. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. ഈ വചനം നമ്മൾ ഇച്ചിരി മനസ്സിരുത്തി പഠിക്കുമ്പോൾ ഇതെപ്പോഴാണ് ഈ സങ്കീർത്തനം ചമച്ചതെന്ന് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ സാഹചര്യം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ആകെ തൂക്കം പഠിച്ചാൽ ശത്രു തൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കിയപ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വിളിച്ചപേക്ഷിച്ചാൽ അവനൊരു കാഴ്ച കാണുക, എന്നോട് പോരാടിയ ശത്രു പിന്തിരിയുന്ന കാഴ്ച. ഞാനൊരു വലിയ കാഴ്ച കാണുക. ഇതിനകത്ത് ശത്രു പുറകോട്ട് പോയി കഴിയുമ്പോൾ നിന്റെ ലൈഫിൽ തടഞ്ഞു വെച്ച മുഴുവൻ അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിലേക്ക് നദി ഒഴുകുന്നത് പോലെ ഒഴുകി കയറാൻ പോവുക. നീ അനുഗ്രഹിക്കപ്പെടാൻ സമയമായി. നിന്റെ മേൽ കിടക്കുന്ന വിധി തിരുത്താൻ സമയമായി. നിന്റെ ഗതികേട് പൊട്ടാൻ സമയമായി. എനിക്ക് കാണാം, ഒഴുകി വരുന്ന വെള്ളം പോലെ ചില കുടുംബങ്ങളിലേക്ക് നന്മയുടെ ഉറവ വെളിപ്പെട്ടു വരുന്ന കാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാ. പ്രാർത്ഥനയിൽ ആര് സമയം ചെലവഴിക്കുന്നു അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഞാൻ കാണുന്ന ഒന്നാമത്തെ കാഴ്ച, നീ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശത്രു പിന്തിരിയാൻ തുടങ്ങും. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വലിയ നിയോഗം ദൈവം തരാൻ പോവുക. നിന്റെ ബിസിനസ്സിനോട് പോരാടുന്ന, നിന്റെ കുടുംബജീവിതത്തോട് പോരാടുന്ന, നിന്റെ സന്തതിയോട് പോരാടുന്ന, നന്മയോട് പോരാടുന്ന, വാഗ്ദത്തത്തോട് പോരാടുന്ന സകല ശക്തിക്ക് നേരെ പ്രാർത്ഥന എന്ന വജ്രായുധത്തെ അഴിച്ചുവിടുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ശത്രു പിന്തിരിയും. ഓ ഹല്ലേലൂയ. രണ്ടാമത് ഒരു കാഴ്ച കൂടെ ഞാൻ കാണുകയാണ്. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറയുന്നു, ശത്രു പിന്തിരിയും. ഗ്ലോറി ടു ഗോഡ്. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറും. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ വീടിനെ മൂടാൻ പോകുകയാ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ വീടിനെ മൂടാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ദേശത്ത് പരസ്യക്കോലമാക്കുവാൻ, നിന്നെ ദേശത്ത് അപമാനിക്കാൻ എത്ര അധ്വാനിച്ചാലും ഒരു നന്മയും നിന്റെ വീട്ടിൽ ഫലമാകാതെ നിന്നെ ബന്ധിച്ചിടുന്ന ദുഷ്ടന്റെ കൈകൾ ഇന്നു രാത്രി ബന്ധിക്കപ്പെടുക. ഓ, ചില മന്ത്രവാദ ശക്തികൾ പൊട്ടുകയാ. നിനക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന ചില മാനുഷിക ശക്തികൾ, ചില പൈശാചിക ശക്തികൾ നിന്നെ കേസിൽ കുടുക്കാൻ, രോഗിയാക്കുവാൻ, മാനസിക ബന്ധനത്തിലാക്കുവാൻ പിശാച് അഴിച്ചുവിട്ട അസ്ത്രം നിന്റെ നന്മയെ അമർത്തി വെച്ച, നിന്റെ കുടുംബത്തിൽ വരേണ്ട അനുഗ്രഹങ്ങളെ അമർത്തി വെച്ച, നിന്റെ അഭിഷേകത്തെ ഒതുക്കി വെച്ച ചില ദുഷ്ടശക്തികൾ ഇന്നത്തെ ആരാധനയിൽ പിന്തിരിയുന്നു. ഇനി ഇവിടെ ഒരു ആത്മയുദ്ധം നടക്കാൻ പോവാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒരു വാക്യം കൂടെ ഇതോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവാ. സ്തോത്രം. ആ ധ്യാനിക്കുന്ന ഭാഗം ഹല്ലേലൂയ, ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഹല്ലേലൂയ. 50-51 വാക്യങ്ങൾ. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്തീൻ കണ്ടിട്ട്, തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്തീർ കണ്ടിട്ട് ഓടിപ്പോയി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ഓടുന്ന ദിവസങ്ങൾ മുമ്പിൽ വരിക. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ എന്നെ ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഗഹനമായി ദൈവത്തിന് ഇന്ന് സംസാരിക്കാനുണ്ട്. ആദ്യത്തെ ദൂത്, ശത്രു നിന്നെ വിട്ട് പിന്തിരിയും. രണ്ടാമത്തെ ദൂത്, പിന്തിരിയുമല്ല, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില പൈശാചിക വെല്ലുവിളികൾ ഇന്ന് നിന്നെ വിട്ട് ഓടിപ്പോകണം.
ഓ രാമീൻ, ഒരു കാഴ്ച കാണണം. ചില വീടുകളെ അസ്വസ്ഥമാക്കിയ, ചില കുടുംബങ്ങളെ തകർത്തു കളഞ്ഞ ചില ദുഷ്ടശക്തികൾ ഇന്ന് ചില വീടുകൾക്കകത്തുനിന്ന് ഓടുന്ന കാഴ്ച. ഞാൻ ഈ വചനത്തിൽ കയറുമ്പം ഒരു കൊച്ചു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം. എൻ്റെ വീട് ഒത്തിരി പൈശാചിക ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. ആ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവദാസന്റെ ഒറ്റ പ്രാർത്ഥന എൻ്റെ കുടുംബത്തെ പിടിച്ചൊതുക്കിയ സകല ബന്ധനങ്ങളിൽ നിന്നും 5 മിനിറ്റിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ പ്രാപിച്ചയാളാണ് ഞാൻ. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവം വലിയൊരു ബോധ്യം തരുക. ചില വെല്ലുവിളികൾക്ക് ഇന്ന് ഫുൾ സ്റ്റോപ്പ് വീണേലേ പറ്റൂ. ഇനി ആ വെല്ലുവിളി വേണ്ട. നീ എന്തിനോ ഭയപ്പെടുന്നുണ്ട്, നീ എന്തിനോ പേടിക്കുന്നുണ്ട്. ആ പേടി ഇന്ന് നിന്നെ വിട്ട് ഓടണം. നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കത്തില്ല. നിന്നെ ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട് ദൈവം മൂടാൻ പോവുക. എത്ര പേര് അതിന് ആമയും പറയും? ഇതിനകത്ത് അഭിഷേകം ചുമക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാ. പണം കുറഞ്ഞാലും അഭിഷേകം കുറയരുത്, വാഹനം കുറഞ്ഞാലും അഭിഷേകം കുറയരുത്, ആരെല്ലാം നിന്നെ കൈവിട്ടാലും അഭിഷേകം കുറയരുത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രാർത്ഥന കുറയരുത്, വിശ്വാസം കുറയരുത്, അഭിഷേകം കുറയരുത്, ബലം കുറയരുത്. നമ്മൾ എതിർക്കുന്നത് അക്ഷരീക ആയുധം കൊണ്ടല്ല. നമുക്ക് വചനത്തിലോട്ടൊന്ന് വരാം. ആ വാക്യത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇസ്രായേൽ നിരകളെ മുഴുവൻ ഒരു മനുഷ്യൻ മുഖാമുഖത്ത് നോക്കി വെല്ലുവിളിക്കുക. അമാലിയക്കർ വെല്ലുവിളിച്ചത് ഫേസ് ടു ഫേസാ. ഇവിടെ ഗത്യനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നതും ഫേസ് ടു ഫേസാ. സ്തോത്രം. അവരുടെ വെല്ലുവിളി കേട്ടോണം. കൂട്ടത്തെ അല്ല, ഒരാളെയാ. ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ പറയുക, നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെ വിട, ഞാനും അവനും യുദ്ധം ചെയ്യാം. ഞാൻ ജയിച്ചാൽ നിങ്ങൾ എൻ്റെ അടിമ, നിങ്ങൾ ജയിച്ചാൽ ഞാൻ നിങ്ങളുടെ അടിമ. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. ഒറ്റയ്ക്കൊരു വെല്ലുവിളി വന്നാൽ എന്തോ ചെയ്യും? ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ഒറ്റയ്ക്ക് വെല്ലുവിളിയെ ഫേസ് ചെയ്യുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുക. നിന്റെ കൂടെ ആരും കാണത്തില്ല, പക്ഷെ നിന്റെ കൂടെ ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നോട് ദൈവം പറയാം, നീ ഒറ്റയ്ക്ക് ചിലതിനെ ജയിക്കാൻ പോവുക, നീ ഒറ്റയ്ക്ക് ചിലതിനോട് പോരാടാൻ പോവുക, നീ ഒറ്റയ്ക്ക് ചിലതിനെ ജയിക്കാൻ പോവുക. അതിനുള്ള അഭിഷേകം ഇന്ന് രാത്രി നിനക്ക് തരുവാ ദൈവം. 39 ദിവസമായിട്ട് ഇവനിങ്ങനെ വന്ന് 4 അലർച്ചയൊക്കെ അലറുമ്പോൾ ഇസ്രായേലെല്ലാം കൂടെ പേടിച്ച് അവർ പുറകോട്ട് പോകും. അന്നേരമായി ദാവീദ് അപ്പപ്പൊതിയും കൊണ്ട് കളത്തിൽ വന്നപ്പോൾ ഇവൻ വെല്ലുവിളിക്കുക, ആരുണ്ട്? പിന്നെ ദാവീദ് തമാശ രൂപത്തിൽ ചോദിച്ചു, ഇവനെ കൊന്നു തന്നാൽ എന്തോ തരും? ഇവനെ കൊന്നു തന്നാൽ ചേട്ടന്മാർ പറഞ്ഞു, വീട്ടിൽ പോടെ ഇറക്ക, ഉച്ചാണ് നീളമുള്ള നീ എന്നാ ചെയ്യുമെന്ന പറഞ്ഞു, എനിക്ക് നീളം കുറവാ, പക്ഷെ പവിഴ നിറമുള്ളവൻ, കോമളൻ, സുന്ദരൻ. അത് നിങ്ങൾ കാണുന്ന എൻ്റെ മോഹരൂപമാണ്. നിങ്ങൾ കാണാത്ത മറ്റൊരു അഭിഷേകം എൻ്റെ ശിരസിനോട് ഒഴുകുന്നുണ്ട്. എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. അവന് മുമ്പിൽ അവൻ എൻ്റെ കൈ സ്ഥിരമായി അവൻ്റെ കൂടെ ഇരിക്കുമെന്ന വചനത്തിൻ്റെ വെളിപ്പാട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം, ഒറ്റയ്ക്ക് ചില വെല്ലുവിളികളെ ഈ ദിവസങ്ങളിൽ ജയിക്കാൻ പോവാം. ജീസസ് അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തേ. ഒറ്റയ്ക്ക് വെല്ലുവിളിയെ ജയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ഓ ഹല്ലേലൂയ. എനിക്കിന്ന് ദൈവം തരുന്ന ദൂത് ചിലതൊക്കെ ഓടിപ്പോകാൻ പോകുകയാണ്. ശൗല് ഈ വാർത്ത മിനിറ്റ് കൊണ്ട്, എനിക്ക് ഈ പടക്കളത്തിലുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഇങ്ങനെയുള്ള വാർത്തയൊന്നും പെട്ടെന്ന് രാജാവിൻ്റെ അടുക്കൽ എത്തത്തില്ല. എന്നാൽ പെട്ടെന്ന് എത്തുന്ന വാർത്തകൾ വേറെ ഒത്തിരി ഉണ്ട്, അത് നിങ്ങൾക്കറിയാലോ. മിണ്ടുന്നില്ല. ഈ വാർത്തയൊന്നും ശൗല്
ദാവീദിനെ വരുത്തി. എന്താ? എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഈ അഭിഷേകമുള്ളവന് സാക്ഷ്യമുണ്ട്, അഭിഷേകം ഇല്ലാത്തവന് ഒരു സാക്ഷ്യമില്ല. ഞാന് ആരോടാ പറഞ്ഞു? ഇസ്രായേലിന്റെ. ഞാന് അപ്പച്ചന്റെ ആടിനെ തീറ്റിക്കൊണ്ട് നിൽക്കുമ്പോ അപ്പച്ചന്റെ ആടിനെ പിടിക്കാൻ ഒരു സിംഹം വന്നു. അപ്പച്ചൻ പിടിക്കാൻ വന്ന സിംഹത്തെ ഞാൻ അടിച്ച് കൊന്ന ആടും കൂടിയെ വിടിവിച്ച് ആരോഗ്യത്തോടെ ആടിനെ അപ്പച്ചൻ്റെ കൈ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കരടിയുടെ അവനെ ഞാൻ അടിച്ചു. ഇതെല്ലാം കണ്ടപ്പം ശൗല് പറഞ്ഞു, ആള് ചെറുതാണേലും വലിയ കാര്യമൊക്കെയാ പറയുന്നു. ചില പറയത്തില്ല, എടാ പ്രായത്തിന് വർത്താനം പറഞ്ഞാൽ മതി. ചില പിള്ളേർ വർത്താനം വേണം, 50കാരൻ്റെ വർത്താനം എന്നല്ലേ പറയുന്നത്, 18 വയസ്സേ ഉള്ളല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. നിങ്ങൾ ചേട്ടന്മാരെ വിളിച്ചു ചോദിച്ചാൽ എന്നാ പറയുന്നു? ഇവനെ വീടിന് നാണം കെടുത്താനാ, ഇറക്കല്ലേ. ശൗലിനെ പടയം കേട്ടേച്ച് 2 സ്റ്റെപ്പ് വെച്ച് ദാവീദും എന്ന് പറഞ്ഞ് ശീലമില്ലെന്ന് പറഞ്ഞു. ശീലമില്ലാത്ത ഒന്നും ശീലിക്കണ്ട. അവൻ തൻ്റെ ജീസസ് കമണയും വടിയൊക്കെ എടുത്ത് ഇടയസഞ്ചിയും പൊക്കണമൊക്കെ എടുത്ത് അവൻ നേരെ ശത്രുവിന് നേരെ ചെല്ലുക. അപ്പൊ ശത്രു ചോദിക്കുക, ഞാൻ എന്നാടാ നായാണോ? ഗത്യനായ ഗോല്യാത്ത് ആയുസ്സിലൂടെ സത്യം പറഞ്ഞു. അവൻ നായാണെന്നുള്ള സത്യം സത്യച്ചു കേൾക്കാം. പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു പദം ഞാൻ കടമെടുത്ത് പറയുക, സ്തോത്രം സ്തോത്രം. സിംഹത്തിന്റെ ഗുഹയെ കിടന്ന് ദാനിയേലിനെ വിളിച്ചു ചോദിച്ചാൽ, ദാനിയേലെ ആ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? പൂച്ചക്കുട്ടിയുടെ കിടക്കുന്ന പോലെ തോന്നി. ചെങ്കടല് മുറിച്ചു കടന്ന മോശകളിൽ മോശ എങ്ങനെ ഉണ്ടായിരുന്നു? അരുവി കിടക്കുന്ന പോലെ തോന്നി. ശത്രുവിനെ വലുതായി കാണുന്നെങ്കിൽ നിന്റെ ദൈവം നിന്റെ മനസ്സിൽ ചെറുതാ. നിന്റെ ദൈവത്തെ വലുതായി കണ്ടാൽ ശത്രു നിന്റെ മനസ്സിൽ ചെറുതാ. ഒരാമ്യം വരുന്നില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, ദൈവത്തെ വലുതായി കാണണമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ദൈവത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവം, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ദൈവം ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്, ഒടുവിലത്തെ ഭാഗത്തോട്ട് ഞാൻ വരുവാണ്. ഇത് കഴിഞ്ഞൊരു ഭാഗത്തൂടെ കൊണ്ടെന്ന് വേണം ഇന്ന് രാത്രി ദൂത് അവസാനിപ്പിക്കാൻ. ശ്രദ്ധിക്കണം. ദാവീദ് സാധാരണ ഒരു നായ്ക്കുട്ടിയോട് ചെയ്യുന്ന പ്രവർത്തിയാ അവിടെ ചെയ്തേ. ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് കറക്കി എറിഞ്ഞപ്പം ഈ ഗത്യനായ ഗോല്യാത്തിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്തേക്കുക. എന്നാൽ ദാവീദിന്റെ കല്ല് കൊള്ളണ്ടട മാത്രം തുറന്നിട്ടേക്കുക. ഗ്ലോറി ടു ഗോഡ്. ശത്രു എത്ര കവർ ചെയ്താലും നീ അയക്കുന്ന അസ്ത്രം കൊള്ളണ്ടടത്ത് കൊള്ളും. അവൻ അയക്കുന്ന അസ്ത്രം നിനക്ക് കൊള്ളത്തുമില്ല. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും, ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് തരിക. വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുന്നു. ശത്രുവിന്റെ മേൽ ഇന്ന് രാത്രി ജയമുണ്ട്. ആഭിചാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയമുണ്ട്. നേർച്ച പൂജകളുടെ മേൽ ഇന്ന് രാത്രി ജയമുണ്ട്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ ജയമുണ്ട് എന്ന് പറഞ്ഞേ. അയ്യോ, ഒട്ടും ശബ്ദമില്ലല്ലോ കോട്ടയംകാര്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ ജയമുണ്ട്. പോരാ, എന്നാലും ഒന്നുകൂടെ ലൈവിൽ കാണുന്നവർ ടൈപ്പ് ചെയ്ത് ജയമുണ്ട്. ഇന്ന് രാത്രി നിനക്ക് ജയമുണ്ട്. നിന്നെ കീഴടക്കിയ, ഒതുക്കി വെച്ച, ബന്ധിച്ച ആ ശത്രുവിന്റെ മേൽ ജയമുണ്ട്. എനിക്കൊരു അനുഭവം കൂടെ ഉണ്ടായാ പറയാം. ഞങ്ങൾ ഒരു ദിവസം 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവാസം തുടങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ അടുക്ക വന്നു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. എൻ്റെ ഓർമ്മയാണ് 8ഓ 7ഓ ആ പ്രായത്തിൽ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ഭാര്യ ഡോക്ടറാണ്, എൻ്റെ ഭാര്യയുടെ ബ്രദേഴ്സ് എല്ലാം ഡോക്ടർമാരാണ്, എനിക്ക് 2 ബ്രദേഴ്സുണ്ട്, അവരെല്ലാം ഡോക്ടർമാരാണ്, എനിക്ക് 3 മക്കളുണ്ട്, മൂത്തവൻ ഡോക്ടറാണ്, മൂത്ത മോൾ ഡോക്ടറാണ്, ഇളയ ഒരു മോളുണ്ട്, അവൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുക. ലേറ്റായി ഉണ്ടായ കുഞ്ഞായി ഇവനിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൻ്റെ സ്കൂളിലെ സാറും പ്രിൻസിപ്പളും ഒക്കെ എൻ്റെ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇവനെ ഓരോ വർഷം കയറ്റി വിടുക.
ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിയുള്ള ഒരാൾക്കാർ, പക്ഷെ ഇവന് മാത്രം എല്ലാ വിഷയത്തിനും മാർക്ക്. ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ബുദ്ധികേടല്ല, ഇവൻ എന്തോ ഒരു ബന്ധനമുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ പ്രെയർ തുടങ്ങിയുള്ളൂ. ഡോക്ടർ പോയിട്ട് ഒരു 5-10 ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, 2 ആഴ്ച കഴിഞ്ഞ് ഇവനെയും കൊണ്ടുപോവാ. സ്തോത്രം. 2 ആഴ്ച കഴിഞ്ഞ് ഇവനെയും കൊണ്ട് വന്നപ്പം ഞങ്ങളുടെ മനസ്സിൽ ഈ പേരും ഇവൻ്റെ കാര്യമൊക്കെ പ്രാർത്ഥനയിൽ നിൽക്കുക. യോഗം കഴിഞ്ഞ് ഞങ്ങൾ അഭിഷക്തന്മാർ തീരുമാനിച്ചു ഞങ്ങളെല്ലാം കൂടി ഇവൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം. വന്ന പലരും പ്രവചിച്ചവിടെ. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു മാറ്റവും ഇവനുണ്ടായില്ല. ഇവൻ്റെ അപ്പൻ്റെ കൂടെ വീട്ടിൽ പോയി. പിറ്റേന്ന് ചോദിച്ചാൽ അവൻ വലിയായിട്ടൊന്നും പഠിക്കുന്നില്ല, പിന്നെ പ്രാർത്ഥനയുടെ ആയിരിക്കും ബുക്കൊക്കെ ഒന്ന് തുറന്നുകൊണ്ടിരുന്ന് ഉറങ്ങുന്ന കണ്ടു. പക്ഷേ ആ വർഷം അവന് മാർക്ക് വന്നപ്പം എല്ലാ വിഷയത്തിനും അവൻ പാസ്സായി. ഡോക്ടർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അസാധാരണമായത് എന്തോ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നടന്നിട്ടുണ്ട്. 9-ലും 10-ലും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ച് അവൻ പാസ്സായി. +1-ലും +2-ലും ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് മെഡിസിൻ അഡ്മിഷൻ എടുത്ത് ഇന്ന് അനിപ്പാസ്റ്റർ സാക്ഷ്യം പറയുമ്പോൾ അവനൊരു രാജ്യത്ത് ഡോക്ടറായി ജോലി ചെയ്യുക. ഞാൻ എന്തിനായി ദൂത് നിന്നോട് പറയുന്നേ? ശത്രുവിൻ്റെ മേൽ ജയമുയർത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് രാത്രി ഏതൊക്കെയോ ദുഷ്ട ആധിപത്യങ്ങൾ തകരുക, അത് വിശ്വാസ കണ്ണാൽ കാണണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ദാവീദ് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി അടിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് ഗോലിയാത്ത് വീണു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞാൽ പുറകോട്ട് വീഴുവോ മുമ്പോട്ട് വീഴുവോ? ഞാനിപ്പോ ഇവിടുന്ന് ആരെയാ ബേബിച്ചനെ എറിയ, ബേബിച്ചനെ നിൽക്കുമ്പോൾ ഇവിടെ എറിയ. ചോദ്യം, അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ട് വീഴുവോ? നിശ്ചയമായിട്ട് പുറകോട്ടെ. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്ന അവൻ എന്ത് ചെയ്തു? മുമ്പോട്ട് വീണു. അങ്ങനെയാന്ന് ഞാനൊരു കാര്യം പറയാം. ഇനി ഏറിൻ്റെ ഊക്കൊന്നുമല്ല, എറിയാൻ ഒരുവൻ തയ്യാറാണെങ്കിൽ തള്ളിയിടാൻ ദൂതൻ തയ്യാറാണ്. ഒരാമയും വരുന്നില്ല. ഈ ബൈബിളിൽ വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യമുണ്ട്. മോശയോട് പറയുക, നീ കൈപ്പിടിച്ച വടി കൊണ്ട് പാറയുടെ നെറുകയിൽ തട്ടണം. പാറയുടെ നെറുകയിൽ തട്ടണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, കോട്ടയംകാരോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചുറ്റിയക്കടിച്ചാലും ജായ്ക്കാമർ വെച്ച് തമുരുകുഴിയിട്ട് വെടിമരുന്നിറച്ച് പാറ പൊട്ടിച്ചാലും പൊട്ടാത്ത പാറയിൽ ഉണക്കവടി കൊണ്ട് തട്ടിയാൽ പിളർന്ന് വെള്ളം വരുമോ? മനസ്സിൽ നിൽക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ടെറിഞ്ഞാൽ ഒരുത്തൻ ഒരിക്കലും മുന്നോട്ട് വീഴുകയില്ല. ഒരു പാറയുടെ മുകളിൽ ഒരു വടി കൊണ്ട് തട്ടിയാൽ പാറ പിളരുകയില്ല. അലറി ഒഴുകുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ഒരു മോശ വടി നീട്ടിക്കാണിച്ചാൽ ജീസസ് കടൽ രണ്ടാകുമോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് പറയാം, നീ അല്ല ഇതൊന്നും ചെയ്യുന്നത്, നിന്റെ ഒരു ആക്ഷൻ. ഒരാമയും വരുന്നില്ല. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, നിന്റെ സ്പർശനം ചില ഉറവയെ പുറത്തെടുക്കും. ഓ, വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യ. നിന്റെ സ്പർശനം ചില ശത്രുവിനെ നിലംപരിചാക്കും. എത്ര പേര് അതിനാമയും പറയും? ഇന്നിവിടെ ആരാധന കഴിയുമ്പോൾ ചില ദുഷ്ടശക്തികൾ കീഴടങ്ങുന്ന കാഴ്ച. ഈ ഭൂമിയിൽ ഭയങ്കര പൈശാചികമായ ആധിപത്യങ്ങളുണ്ട്. ഗ്ലോറി ടു ഗോഡ്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലരുടെ നന്മമേൽ കടിച്ച് ഞാന്ന് കിടക്കുന്ന ചില ദുഷ്ടശക്തികൾ പിന്തിരിഞ്ഞോടും. അത് വിഷണി കണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ ലൈവ് ദൂത് കേൾക്കുന്ന, വചനം കേൾക്കുന്ന, പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ചിലരോടൊക്കെ പ്രവചിച്ചു പറയുക, നിന്റെ സാമ്പത്തിക നിലവാരത്തെ തകർത്ത് കളഞ്ഞ ദുഷ്ടശക്തികൾ ഇന്ന് പിടിവിടുക.
എനിക്കൊരു വെളിപ്പാട് കർത്താവ് തരുന്നു. അടുത്ത 5 ആഴ്ചക്കകം, Glory to God, അടുത്ത 5 ആഴ്ചക്കകം നിനക്ക് മനസ്സിലാകും ഈ ശത്രു പിടിവിട്ടെന്ന്. ഓ ഗ്ലോറി ടു ഗോഡ്. ഇതിനകത്ത് ദൈവം ഒരു ബോധ്യം തരുക. ഒരു സാധ്യതയുമില്ലാതെ നീ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് അടുത്ത 5 ആഴ്ചക്കകം നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും വരുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ആത്മാവിൽ കാണാം. ചില മന്ത്രവാദത്തിൻ്റെ പിടികൾ വിടാൻ പോവുക, ചില ആഭിചാരത്തിൻ്റെ പിടികൾ വിടാൻ പോവുക. ഇങ്ങനല്ല നിന്റെ ലൈഫ് പോകേണ്ടത്. യെസ്, മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ആ പ്രധാന ഭാഗത്തോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരിക. എന്നോട് പരിശുദ്ധാത്മാ പറയാം, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയെ കാണാം. പലരെയും കീഴടക്കിയ പാസ്റ്റർ ലാലു എൻ്റെ അടുക്കലോട്ട് വന്നേ. ഞാൻ ലാലുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിമുറുക്കിയാൽ ലാലു എത്ര എന്നെ ഒന്ന് വലിച്ചോണ്ട് വന്ന് നോക്കിയേ, പറ്റത്തില്ല. ലാലുവിന് ബലമുണ്ട്, പക്ഷേ ഈ പിടിയെടുത്താൽ ലാലുവിന് ഫ്രീ ആയി മൂവ് ചെയ്യാം. നിന്നെ വളരെ ശക്തിയോടെ പിടിച്ചിരിക്കുന്ന കരം ഇന്ന് നിന്റെ മേൽ നിന്ന് മാറ്റാൻ പോവാ. പലരുടെയും വിഷയത്തിനകത്ത് ഗൗരവമുള്ള വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് വരാൻ പോകുക. അത് വിശ്വാസ കണ്ണാൽ കണ്ടോടുന്ന സ്തോത്രം ചെയ്തേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. അടുത്ത പദം കൊണ്ട് ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ദൈവം എനിക്ക് പ്രതികൂലങ്ങളെ നോക്കി ഇന്ന് നീ പ്രവചിക്കണം. ദൈവം എനിക്ക് അനുകൂലമാണ്, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. ആത്മാവിൽ ഞാൻ ദൂത് പറയുക, ഏത് തോറ്റടത്ത് നീ ജയിക്കും. ദൈവം നിനക്ക് അനുകൂലം. നിന്നോട് പോരാടിയ ശത്രുവിൻ്റെ മേൽ നീ ജയം പ്രഖ്യാപിക്കും. 2, നിന്നോട് പോരാടിയ കരം നിന്റെ മേൽ നിന്ന് ദൈവം എടുത്തു മാറ്റും. 3, ദൈവം നീ നിന്റെ ശത്രുവിൻ്റെ മേൽ ജയം ഘോഷിക്കും. ചില വീട് സ്വതന്ത്രമാകുന്നു, ചിലരുടെ ജോലി സ്ഥലം സ്വതന്ത്രമാകുന്നു, ചിലരുടെ കുടുംബം സ്വതന്ത്രമാകുന്നു, ചിലരുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് സ്വതന്ത്രമാകുന്നു. യിരെമ്യാവ് പറയുക, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ എൻ്റെ അരികിൽ വന്നു. വിളിച്ചപേക്ഷിച്ചാൽ ഉണ്ടെന്ന 2ാമത്തെ വിടുതൽ, ശത്രു നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ പിന്തിരിയും. നിന്നെ ഇത്രയും നാൾ സ്റ്റക്കാക്കി വെച്ച, ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട ശത്രു ഇന്ന് പിന്തിരിയും. അത് വിശ്വാസത്താൽ കാണണം. ചില വീടുകൾക്കകത്തുനിന്ന് അശുദ്ധ ശക്തികൾ, ദുഷ്ടാത്മ ശക്തികൾ, കാലപ്പഴക്കം ചെന്ന ബന്ധനങ്ങൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, നേർച്ച ശക്തികൾ, പൂജ ശക്തികൾ, അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് പോകുന്ന കാഴ്ച മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ചില ദുഷ്ടശക്തികളുടെ മേൽ ജയം പ്രഖ്യാപിക്കാൻ പോവാ. എത്ര പേര് ആമീൻ പറയാം? ദാവീദ് കല്ലുകൊണ്ടെറിഞ്ഞപ്പോൾ മല്ലൻ നിലം പരിചായി. ഇനി ശ്രദ്ധിക്കണം, ദാവീദിന്റെ കയ്യിൽ ആയുധമില്ല, പക്ഷെ ശത്രുവിന്റെ കയ്യിൽ ആയുധമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് നേരെ ഒരുവൻ ആയുധം എടുത്താൽ പ്രാർത്ഥിക്കുന്നവൻ ആയുധം വേണ്ട. പ്രാർത്ഥിക്കുന്നവനെതിരെ എടുത്ത ആയുധം ശത്രുവിന് പ്രയോജനപ്പെടത്തില്ല. ആ ആയുധം കൊണ്ട് ശത്രുവിനെ അവൻ നിഗ്രഹിച്ചു. തങ്ങളുടെ തലവൻ വീണു എന്നറിഞ്ഞപ്പോൾ ശത്രു തോറ്റ് ഓടി. ഇന്നൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി. ചില പിശാചിന്റെ പ്ലാൻ പരിപാടികളൊക്കെ പൊട്ടുക. നിന്റെ വീട്ടിൽ എഴുതി വെച്ച ഡേറ്റുകൾ ക്യാൻസൽ ആവുക. പ്രാർത്ഥിക്കുന്ന മോർദെഖായിക്ക് നേരെ എഴുതി വെച്ച കഴുകുമരം, അത് പ്രാർത്ഥിച്ച മോർദെഖായി അതിൽ തൂങ്ങത്തില്ല. അവനെതിരെ കെണിവെച്ചവർ തൂങ്ങുന്ന പോലെ കാര്യങ്ങൾ തിരിയാൻ പോവുക. ആമീൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു.